മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യേശു ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ലഭിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 29 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോനാഥൻ ശിമയോന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ശിമയോന്റെ അമ്മായിയമ്മ കലശലായ പനി ബാധിച്ച് കിടപ്പായിരുന്നു. കർത്താവ് അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി. അപ്പോൾ അവളുടെ രോഗം വിട്ടുമാറി. കർത്താവ് കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ അവളുടെ രോഗം വിട്ടുമാറി. കിടന്നിരുന്നവളെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിൽ കിടപ്പായി പോയവരാ. നമ്മുടെ അധ്വാനങ്ങളിൽ കിടപ്പായി പോയവരായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തില് ഒരു കിടപ്പിന്റെ അനുഭവം, തളർന്നു കിടക്കുന്ന ഒരവസ്ഥ, കുടുംബ ബന്ധങ്ങള്, സ്നേഹം, കുടുംബ പ്രാർത്ഥനകള്, നമ്മുടെ മക്കള് തളർന്നു കിടക്കുന്ന ഒരവസ്ഥയായിരിക്കും. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതം തളർന്നു കിടക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം. കർത്താവ് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും. നിന്റെ ജീവിതത്തിൽ നീ ഇപ്പോൾ ഏതവസ്ഥയിലാണോ തളർന്നു കിടക്കുന്നത്, ആ തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് നിന്നെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കും. തളർച്ചകളെല്ലാം കർത്താവ് മാറ്റും. നിന്റെ ആത്മീയ മേഖലയിൽ, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തില് ഒരു തളർച്ചയുണ്ടോ, ആ തളർച്ച കർത്താവ് എടുത്തു മാറ്റും. നിന്റെ ഭൗതിക മേഖലകളിൽ ഒരു തളർച്ചയുണ്ടോ, ആ തളർച്ച കർത്താവ് എടുത്തു മാറ്റും. നിന്റെ ജീവിതത്തിന്റെ തളർച്ചകളെയും തകർച്ചകളെയും എടുത്തു മാറ്റാനായിട്ട് കഴിവുള്ളവൻ കർത്താവ് ഈശോ മിശിഹ മാത്രമാണെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. ഈ ലോകത്തിൽ ആർക്കാ നിന്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിന്റെ ജീവിതത്തിന്റെ തകർച്ചകളും തളർച്ചകളും ഒക്കെ മാറ്റാൻ സാധിക്കുക? നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറ്റാൻ ആർക്കാ ഈ ലോകത്തിൽ സാധിക്കുന്നത്? നിന്റെ ആത്മീയ ജീവിതത്തിന്റെ തളർച്ചയെ മാറ്റാൻ ഈ ലോകത്തിൽ ആർക്കാ സാധിക്കുന്നത്? നിന്റെ കുടുംബത്തിന്റെ തളർച്ചകളെ മാറ്റാൻ ഈ ലോകത്തിൽ ആർക്കാ സാധിക്കുന്നത്? ഈശോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂവെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ അരികിലേക്ക് നീ കടന്നു ചെല്ലുക. നിന്റെ ജീവിതത്തിന്റെ അരികിലേക്ക് ഈശോ കടന്നു വരണമെങ്കിൽ നീ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ, ഈശോയിൽ നിന്നെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ, ഈശോയെ നീയാണ് എന്റെ രക്ഷകനെന്ന് ഏറ്റുപറയുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ, ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ, കർത്താവ് നിന്റെയും കരം പിടിക്കും. നിന്റെ കരം പിടിച്ച് അവിടുന്ന് നിന്റെ തളർച്ചകളിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കും. തളർച്ചകൾ ഏതൊക്കെയാ? നിന്റെ ആത്മീയ ജീവിതത്തില്, നിന്റെ ഭൗതിക ജീവിതത്തിൽ, അധ്വാന മേഖലകളില്, നിന്റെ കുടുംബത്തില് തളർന്നു കിടക്കുന്ന അവസ്ഥകൾ ഏതൊക്കെയാ? ആ അവസ്ഥയെ ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുക. കർത്താവെ, കൈപിടിച്ച് എഴുന്നേൽപ്പിക്കണമേ, ഉയർച്ച നൽകണമേ എന്നപേക്ഷിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക ശക്തിയുടെ ഉപദ്രവങ്ങളും ദുഷ്ടാത്മശക്തികളും ആപത്തുകളും അപകടങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ ഇപ്പോൾ വിട്ടുമാറട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ദുഷ്ടാത്മശക്തികൾ നീങ്ങിപ്പോകട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഇവരുടെ ജീവിതത്തിൽ ആത്മീയവും ഭൗതികവുമായ തലങ്ങളില്, ശാരീരികമായ തലങ്ങളിലുള്ള എല്ലാ തകർച്ചകളും തളർച്ചകളും എടുത്തുമാറ്റി കൈപിടിച്ചിവരെ ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.